തിരുവനന്തപുരം SAT ആശുപത്രിയിൽ ശിശുമരണം പതിവാകുന്നത് സംബന്ധിച്ച ആരോഗ്യമന്ത്രിയുടെ പ്രസ്താവന തെറ്റെന്ന് വിവരങ്ങൾ. SATയിൽ നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും കുറവില്ലെന്നാണ് VS ശിവകുമാർ ഇന്നലെ റിപ്പോർട്ടറിന്റെ എഡിറ്റേഴ്സ് അവറിൽ പറഞ്ഞത്. എന്നാൽ പ്രതിദിനം 200ഓളം ഗർഭിണികളെ നോക്കാൻ ഒരു നഴ്സു മാത്രമാണുള്ളതെന്ന് റിപ്പോർട്ടർ അന്വേഷണത്തിൽ കണ്ടെത്തി. SAT ആശുപത്രിയിൽ നിലവിലുള്ള 105 നഴ്സുമാരുടെ ഒഴിവുകൾ നികത്താൻ സർക്കാർ ഇതുവരെയും തയ്യാറായിട്ടില്ല. ഔദ്യോഗികമായിട്ടുള്ള വിവരം ലഭ്യമായിട്ടുണ്ട്. ഈ പറയുന്ന ഒരു കാര്യവും ശരിയല്ല. ഇതിനെക്കുറിച്ച് തെറ്റായ വിവരങ്ങൾ ആരെങ്കിലും നൽകിയിട്ടുണ്ടെങ്കിൽ അത് അടിസ്ഥാനരഹിതമാണ്. SAT ആശുപത്രിക്ക് ഒരു ചരിത്രമുണ്ട്. പനി ബാധിച്ച് തിരുവിതാംകൂർ രാജവംശത്തിലെ അവിട്ടം തിരുനാൾ മരിച്ചപ്പോൾ ഇനി ഒരു കുട്ടിയും അസുഖബാധിതനായി തിരുവിതാംകൂറിൽ മരിക്കരുത് എന്ന ചിന്തയിലാണ് രാജവംശം SAT ആശുപത്രി സ്ഥാപിക്കുന്നത്. അവിടെയാണ് നവജാത ശിശുക്കളുടെ തുടർമരണം സംഭവിക്കുന്നത്. ദിനം പ്രതി 200ഓളം ഗർഭിണികളാണ് ആശുപത്രിയിൽ എത്തുന്നത്. പലരും അതിഗുരുതരാവസ്ഥയിലുള്ള ഗർഭാവസ്ഥ ഉള്ളവർ. ഇവരെ നോക്കാൻ ആവശ്യത്തിന് ജീവനക്കാരില്ല. SATയിൽ 105 നഴ്സുമാരുടെ ഒഴിവുകളാണ് ഈ ആശുപത്രിയിലുള്ളത്. വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച രേഖകളിലാണ് ഇക്കാര്യം വ്യക്തമാകുന്നത്. ഈ ആശുപത്രിയിലെ തിരക്ക് നിയന്ത്രിക്കാവുന്നതിനും അപ്പുറമാണെന്ന് ഇവിടുത്തെ നഴ്സുമാർ തന്നെ തുറന്നു പറയുന്നു. ഈ ഒരു നേഴ്സ് തന്നെ ഇൻവെസ്റ്റിഗേഷന് ബ്ലഡ് എടുപ്പ് മാത്രം ഒരു പേഷ്യന്റിനെ ഞങ്ങൾക്ക് നോക്കാനോ ഈ ഗുളിക കൊടുക്കാനോ ഇഞ്ചക്ഷൻ പ്രോപ്പറായിട്ട് കൊടുക്കാനോ ഞങ്ങൾക്ക് നേഴ്സിംഗ് കെയർ ചെയ്യാൻ പറ്റുന്നില്ല. ഞങ്ങൾ ഹ്യൂമൻ ബീയിങ്സ് ചികിത്സ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവാറുണ്ട്. ബ്ലീഡിംഗ് ആയി കുഞ്ഞെടുത്താവുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഒട്ടും സുരക്ഷിതമല്ല. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള കൊളീജിയേറ്റ് ആശുപത്രികളിലും ആരോഗ്യ വകുപ്പിന് കീഴിലുള്ള ആശുപത്രികളിലുമായി 524 ഡോക്ടർമാരുടെയും 1458 നഴ്സുമാരുടെയും ഒഴിവുകളുണ്ടെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി തന്നെ തുറന്നു സമ്മതിക്കുന്നു. പ്രശ്നങ്ങളില്ല എന്നാണ് ആരോഗ്യമന്ത്രിയുടെ വാദം. എന്നാൽ ആരോഗ്യമന്ത്രി ഞങ്ങളുടെ തെളിവുകൾ കാണുക. വെറും പ്രസ്താവനകൾ കൊണ്ട് മറയ്ക്കാവുന്നതല്ല ശിശുഹത്യ എന്ന പാപം. ശരണ്യ സ്നേഹജൻ, റിപ്പോർട്ടർ, തിരുവനന്തപുരം.